എല്ലാവർക്കും നമസ്കാരം. ഡൗസിംഗ് റോഡിനെ പറ്റി നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഡൗസിംഗ് റോഡ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതെവിടെ കിട്ടും എന്നുള്ളത്. ആമസോണിലുണ്ട്, ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇതല്ലെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെപ്പറ്റി ഞാനൊന്ന് പറയാം. നമുക്ക് ഇരുമ്പടിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ വെൽഡിങ് റാഡുണ്ട്. വെൽഡിങ് റാഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പോ പിച്ചളയോ അങ്ങനെ എന്തോ ഒരു പിച്ചളയോ എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ ഒരു മെറ്റലിൻ്റെ ഒരു റാഡ് ഇട്ട് ഞാനത് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ റോഡാണ്. നിങ്ങൾക്കിത് കാണാം. വെൽഡിങ്ങൊക്കെ ചെയ്യുന്ന റോഡാണെന്ന് തോന്നുന്നു. ഇരുമ്പടിയിൽ കിട്ടും ഈ സാധനം. ഇത് നിങ്ങൾ വാങ്ങിയിട്ട് ഇതിൻ്റെ നമ്മളെ പിടിക്കണ ഭാഗം ഉണ്ടല്ലോ, പിടിക്കുന്ന ഭാഗം നമ്മളിങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ ഒരു ശകലം മാത്രം താഴേക്ക് നിൽക്കണ്ട. ഈ ഒരു അളവിലാണ് ഉണ്ടാക്കുക. ഇത് ഇങ്ങോട്ടേക്കുള്ളത് ലെങ്ത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 1 2 3 ഒരു 4 അല്ലെങ്കിൽ ഒരു 3 കൈ ആയാലും മതി, അല്ലെങ്കിൽ 4 ഹാൻഡ് 1 2 3 4 എടുത്തോളൂ. 4 കൈ പിടിക്കുന്നത്, ഇത് ഒരു കൈ പിടിക്കുന്നത്, ഒരു ശകലം കൂടി ബാക്കി ഇടുക. അപ്പോൾ ഇനി അളന്ന് പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഏകദേശം കിട്ടുമല്ലോ. ആ ഒരു അളവിൽ ഇത് എൽ ഷേപ്പിൽ വളച്ചെടുക്കുക. കണ്ടോ? ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് വെച്ചിട്ട് ഇത്തിരി കട്ടി കൂടുതലാണ്, ഇതിനകത്ത് സ്വല്പം കനം കൂടുതലാണ്. അപ്പോൾ ഇത്തിരി കനം കുറഞ്ഞ കമ്പി വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നോക്കാം. ഭഗവാന്മാരുടെ ഫോട്ടോ എല്ലാം ഉണ്ടല്ലോ, ഇതിൻ്റെ എനർജി നമുക്കൊന്ന് നോക്കാം. പോസിറ്റീവ് കാണിക്കണുണ്ടോ? ഇതും വർക്ക് ചെയ്യുന്നുണ്ട്. അതേ ഇവിടെ ഫോട്ടോ മുമ്പിൽ പിടിക്കുന്നു, പോസിറ്റീവ് കാണിക്കുന്നു. കൃഷ്ണൻ്റെ ഫോട്ടോ ഹൈ പോസിറ്റീവാണ്. ഇവിടെ ഒരു തൃശ്ശൂൽ വേലൊക്കെ ഇരിക്കുന്നുണ്ട്, ഇതും പോസിറ്റീവാണ്. പോസിറ്റീവാണ്. കമ്പി അത് നമ്മൾ നേരെ പിടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടച്ച് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ സ്റ്റക്കായത്. അപ്പോൾ ഇതാണ് ഈ റാഡ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും പരീക്ഷിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് എനിക്ക് ജർമ്മനിയിൽ നിന്ന് വന്നേക്കുന്ന ഒരാളടുത്ത് മേടിച്ചാണ്. അന്നൊന്നും ഈ സാധനമൊന്നും ആരും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് അന്ന് വലിയ വില കൊടുത്ത് 2500 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ മെറ്റൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മെറ്റലല്ല, അതൊരു പ്രത്യേക ഒരു മെറ്റലാണ്. അത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. ആ മെറ്റലിന് എന്ത് മെറ്റലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങളത് അന്വേഷിച്ച് നോക്കൂ. പക്ഷേ ഇതും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണ നമുക്ക് വലിയ പൈസ ഒന്നുമില്ല, ചെറിയ പൈസക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളത് ഉണ്ടാക്കി നോക്കാം. ഇത് വർക്കാവണമെന്ന് നോക്കാം. എന്നിട്ട് അത് വർക്കായില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈനിൽ മേടിച്ചാൽ മതി. ഓൺലൈനിൽ ഏതാണ്ട് 800 രൂപയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നണം. ഞാൻ നോക്കിയപ്പോൾ അതിനെ കണ്ടായിരുന്നു പ്രാവശ്യം. റോഡ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിന് വെയിറ്റ് ഇത്തിരി കൂടുതലാണ്. നമ്മളുടെ കയ്യിലുള്ള റാഡ് ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ കനമില്ല. അതിങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആക്കി പിടിച്ച് കഴിഞ്ഞാൽ ആ ഫ്രീ മൂവ്മെൻറ്റ് കിട്ടും. ഇതിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തിരി ഒരു ഹെവിനെസ് നമുക്ക് തോന്നും കുറച്ച് നേരം ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എന്തോ നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് തിരിക്കുന്നതെന്ന മട്ടിലെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴപ്പിണ്ടിയിൽ വെച്ച് നോക്കണമെന്നൊക്കെ പുള്ളി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല, എനിക്കറിയാൻ പാടില്ല അതുപോലുള്ളൊരു സംഗതി എങ്ങനെയുണ്ടെന്നുള്ളത്. വാഴപ്പിണ്ടിയിൽ കുത്തി വെച്ചാൽ ഇത് തിരിയുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കുക. കാരണം എനിക്കിതിനെപ്പറ്റി നിരീക്ഷണമെല്ലാം ഞാൻ കഴിഞ്ഞ ആളാണ്. ഞാൻ 10-20 വർഷം മുന്നേ തന്നെ ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് സംശയമില്ല. സംശയമുള്ള ആൾക്കാർ ഇത് വാങ്ങുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം എനിക്കിത് എനർജി നോക്കണമെങ്കിൽ റാഡിൻ്റെ ഒന്നും ആവശ്യമില്ല ആക്ച്വലി. അല്ലാതെ തന്നെ എനിക്കിത് റീഡ് ചെയ്യാൻ പറ്റും. എനിക്കത് കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ നോക്കുമ്പോൾ നമ്മുടെ വിഷനിൽ കിട്ടും. ഇത് എല്ലാവർക്കും ആ ഒരു കഴിവുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ചില സമയങ്ങളിൽ എനിക്കും അത് ഡിമ്മാവുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ റാഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റാഡ് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ആർട്ടിക്കിൾസും നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഷിർദി ബാബയുടെ സത്യസായി ബാബയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇരിക്കുന്നതാണ്. ഞാനത് ജസ്റ്റ് ഒന്നാലും നോക്കുകയാണ്. അത് പോസിറ്റീവാണ്. മരിച്ചുപോയ ഒരാളാണ്, പക്ഷേ സോള് പവർഫുള്ളായിട്ടുള്ള സോളാണ്. അപ്പോൾ
അത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ മരിച്ചു വീഴാൻ നെഗറ്റീവിലേ കാണിക്കേണ്ടത്, പക്ഷേ പോസിറ്റീവാണ്. അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണനും അങ്ങനെയാണ്. കൃഷ്ണൻ ജീവിച്ചിരുന്ന ആളാണ്, മനുഷ്യനായിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ അതെല്ലാം ഡിവൈനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മരിച്ചാലും അവർക്ക് അവരുടെ ലെവൽ വേറെയാണ്, അവർ സോള് വേറെ ലെവലാണ്. അപ്പോൾ സത്യസായി ബാബക്കും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് കിട്ടിയത്. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് സത്യസായിബാബയുടെ എനർജി ചെക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം ആയിരിക്കും എന്നുള്ളത്, എന്നിരുന്നാലും ഈ ബ്രാഡ് കറക്റ്റായിട്ട് പറയുമല്ലോ എന്താണെന്നുള്ളത്. പിന്നെ ഇവിടെ ബുദ്ധൻ്റെ ഉണ്ട്, ഇതൊക്കെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ പക്ഷേ ചില സംഭവങ്ങളിൽ നെഗറ്റീവ് കയറിയിരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് നോക്കണം. നിങ്ങളുടെ പൂജാമുറിലിരിക്കുന്ന ഓരോ സാധനങ്ങളും നിങ്ങളുടെ റാഡ് മേടിച്ചിട്ട് റെൻഡാക്കിയിട്ട് ചെക്ക് ചെയ്യുക, പരിശോധിക്കുക. നമ്മൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണ്ട. പിന്നെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഓരോരോ മുക്കും മൂലയും പഴയ സാധനങ്ങളിരിക്കുന്ന സ്ഥലങ്ങൾ, പഴയ പുസ്തകങ്ങൾ, ബുക്സ് വെച്ചിരിക്കുന്ന ഷെൽഫുകൾ. നിങ്ങൾ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സ് സ്റ്റോറേജുള്ള ആൾക്കാരുടെയൊക്കെ വീട്ടിൽ, എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഇവിടെ നിൻ്റെ പുറകിൽ ഇരിക്കുന്നത് ഒരു വലിയ ഷെൽഫാണ്. അതിൽ മുഴുവൻ ഗ്രന്ഥങ്ങളാണ്, എല്ലാ പുരാണങ്ങളും ഉണ്ട്, സകല ഗ്രന്ഥങ്ങളും ഉണ്ട്. ഞാൻ വായിക്കാറില്ല മാത്രം, ഇഷ്ടംപോലെ ഉണ്ട് പുസ്തകങ്ങൾ. എല്ലാ വേദങ്ങളും ഉണ്ട് ഇവിടെ, സൗന്ദര്യലഹരി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് നമ്മൾ ഇരുന്ന് ഇറക്കിയിട്ട് അതൊന്ന് പൊടിയൊക്കെ തട്ടി ക്ലീനാക്കി വെച്ചാൽ അത് പോസിറ്റീവായിരിക്കും. പക്ഷെ അങ്ങനെ ഇരുന്ന് പൊടിയെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് കാണിക്കും. അതാണ് എൻ്റെ അവസ്ഥ. കാരണം ഇതിനൊക്കെ സമയം വേണം നമുക്ക്. അപ്പോൾ അതേപോലെ കളക്ഷനുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ, പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്ന ആൾക്കാർ. നല്ലൊരു കാര്യമാണ് പുസ്തകങ്ങൾ കളക്ട് ചെയ്യൽ, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അതിനുള്ളിൽ ഇരട്ടവാലെന്ന സാധനമുണ്ട്, അത് സാധനം കയറും. അത് നമ്മൾ കുറേ കഴിഞ്ഞ് പുസ്തകത്തിനെയൊക്കെ തുളച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിക്കളയും. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കുക. പിന്നെ നിങ്ങളുടെ ബെഡ്റൂം, കിടക്കുന്ന റൂം, അടുക്കള, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാഴ്വസ്തുക്കൾ കംപ്ലീറ്റ് നിങ്ങൾ കളയുക വീട്ടിൽ നിന്ന്. ഒരു സാധനവും നിങ്ങൾ വെക്കരുത് പാഴ്വസ്തുവായിട്ടുള്ളത്. പാഴ്വസ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗശൂന്യമായ എന്തും പാഴ്വസ്തുവാണ്. നമ്മൾ വിചാരിക്കും അവിടെ ഇരിക്കട്ടെ, അതിനെന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വെക്കും. ചിലപ്പോൾ ഒരു പഴയൊരു കുപ്പിയായിരിക്കും, കാണാൻ ഭംഗിയുണ്ടാവും. കുപ്പിയുടെ കവറുണ്ടാവും, ചിലപ്പോൾ എൻ്റെ ബോക്സ് ഉണ്ടാവും, ബോക്സ് വരെ കളയില്ല. ഞാനൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നേരത്തെയൊക്കെ. പക്ഷേ ഇപ്പോൾ കളയും, ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് മാറ്റും. ആകർഷണമുള്ള സാധനമാണ്, നമുക്ക് കളയാൻ തോന്നില്ല. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഡംപ് ചെയ്ത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാവരും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും മുറിക്കാത്തോണ്ട് ഇടും. കുറേ കഴിയുമ്പോൾ ആ മുറി നെഗറ്റീവ് ആവും. അപ്പോൾ അതിന് നല്ലത് കയ്യോടെ തന്നെ അത് എടുക്കാൻ വരുന്ന ആളുകൾക്കാണ് കൊടുക്കലാണ് നല്ലത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ആക്രിക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ പഞ്ചായത്തിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്, അവർ കൊണ്ടുപോയിക്കോളും. ബാക്കിയുള്ളത് പൈസ കിട്ടുന്നത് പുറത്ത് കൊടുക്കാം, അല്ലാതെ ഇവർക്കും കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഒഴിവാക്കുക നമ്മൾ സാധനം, മാലിന്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റോഡ് ഉപയോഗിച്ചിട്ട് ഇത് എന്തെല്ലാമാണ് നെഗറ്റീവ്, എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ മുക്കും മൂലയും നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഭഗവാന്റെ ഈ പ്രതിമ വെക്കാം, ഫോട്ടോ വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേലോ തൃശ്ശൂലൊക്കെ മേടിച്ച് വെക്കാം. വേലും തൃശ്ശൂലൊക്കെ വെക്കാമെന്ന് പറയുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമുണ്ടാകും. ഒരു കുഴപ്പമില്ല, ഒന്നും പേടിക്കാനില്ല. എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്, പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ എനർജി, ഇവിടുത്തെ വൈബ്രേഷൻ കൂട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ പേടി കൊണ്ട് ചെയ്യാതിരിക്കണ്ട. അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും ഈ സാധനങ്ങൾക്കില്ല, എൻ്റെ അനുഭവത്തിലില്ല. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ആദ്യം തന്നെ നിങ്ങളുടെ വീട് മൊത്തം ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ ഓട്ടം നിർത്തുക. അങ്ങോട്ട് ഓടിപ്പാഞ്ഞ് നടക്കാതെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടമാണ് നമ്മുടെ അടിസ്ഥാനം, ബേസ് അതാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. ശുദ്ധീകരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാം ആദ്യം. അല്ലാതെ നിങ്ങൾ ഓടിപ്പോയിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് മുഴുവൻ പോയിട്ട് ഹീലിങ്ങും മറ്റതും മറിച്ചൊക്കെ ആയിട്ട് ചെയ്യാതെ ഇരിപ്പിടം ശരിയാക്കിയിട്ട് പയ്യെ എനർജീനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ചെടികൾ അത് നോക്കുക. നെഗറ്റീവ് എനർജിയുള്ള ചെടികളെടുത്ത് കളയുക, പറിച്ച് കളയുക. ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട, കളയാനായിട്ട് കളഞ്ഞു വെക്കണം. എത്ര വില കൂടിയായാലും അത് കളയുക. കാരണം അത് വീടിൻ്റെ ചുറ്റും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി ഒരിക്കലും പോവില്ല. അല്ലാതെ ബാധയും പ്രയോഗമൊന്നും ഉണ്ടാവില്ല അവിടെ. ചെടികളായിരിക്കും നെഗറ്റീവായിട്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. ഉദാഹരണത്തിന് ചെമ്പരത്തി, ഞാൻ നമ്മുടെ വീട്ടിൽ പറയുന്നുണ്ട്. ചെമ്പരത്തി വീടിന് ചുറ്റും വെക്കാം. ചുവന്ന ചെമ്പരത്തി, പല കളറിലുള്ള ചെമ്പരത്തി ഉണ്ട്. ഇത് വെറുതെ ചുമ്മാ കൊമ്പത്തി കൊടുത്താൽ പിടിക്കുന്ന സാധനമാണ്. വീടിൻ്റെ 4 മൂലക്കിൽ നിങ്ങൾ ചെമ്പരത്തി വെച്ചോ, വീടിന് നല്ല പോസിറ്റിവിറ്റി വരും. എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് ചുവന്ന ചെമ്പരത്തി. പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞാണ് ചുവന്ന ചെമ്പരത്തി നട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ വലിയ വിഷയമുള്ള കാര്യമല്ല, ഞാനങ്ങനെ കൊമ്പുകൊണ്ടൊന്ന് കുത്തി അത് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഈ റോഡ് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു എനർജിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒരു സംശയമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.